നിങ്ങൾ ഈ കംഫർട്ട് സോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ കേൾക്കാതിരിക്കാനല്ലേ. ജനറേഷൻ എത്ര മാറി പറഞ്ഞാലും ഒരിക്കലും അതിൻ്റെ റെലവൻസ് ചോർന്നു പോകാത്തൊരു വാക്കാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഇത് ശരിക്കൊരു ട്രാപ്പാണ്. ഒന്ന് രണ്ട് തവണ ഞാൻ ഈ ലോക്കിൽ പെട്ട് വർഷങ്ങളോളം ലൂപ്പടിച്ച് ട്രാപ്പിലായിട്ടുള്ള ഒരാളാണ്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ലെങ്കിലും ഒന്ന് ഞാൻ പറയാം. ജീവിതത്തിൽ കുറച്ചെങ്കിലും വിജയം കൈവരിക്കാനും പരാജയത്തിൽ നിന്ന് കരകയറാനും ഈ ഒരു വാക്കിൻ്റെ അർത്ഥവും പ്രത്യേകത അറിഞ്ഞാൽ മതിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ശരിക്കൊരു ട്രാപ്പ് തന്നെയാണ് കേട്ടോ. നമ്മളെ എന്നൊരു കുഴിയിൽ തന്നെ തളച്ചിടുന്ന ഒരു തരം ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ചില സാഹചര്യങ്ങൾക്ക് മുമ്പിൽ, സമ്മർദ്ദത്തിന് മുമ്പിൽ, ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, തുച്ഛമായിട്ടുള്ള സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വലിയ ഇഷ്ടങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളെ തന്നെ കണ്ടില്ലെന്ന് നടിച്ച് ഒതുങ്ങിക്കൂടുന്ന ഒരു ഇടമല്ലേ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ശരിയല്ലേ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും ഇതുപോലെ ട്രാപ്പിലായിട്ടുണ്ടെന്നുള്ളത്. എന്നെല്ലാം ഞാൻ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് കടക്കാൻ ശ്രമിച്ചോ അന്നൊക്കെ എനിക്ക് സക്സസ്സും ഡെവലപ്മെൻറ്റും ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇത് തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ എല്ലാം കൊണ്ട് ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. ലൈഫ് എന്നല്ലേ ഉള്ളൂ. കംഫർട്ട് സോണിൻ്റെ പേരും പറഞ്ഞ് എന്തിനാണ് നമ്മുടെ സക്സസ്സും ഉയർച്ചയും കളയുന്നത്? കേട്ടിട്ടില്ലേ? ലൈഫ് ബിഗിൻസ് ഫോർ ദ കംഫർട്ട് സോൺ. അപ്പോൾ നമ്മുടെ കറിയുടെ സെറ്റായിട്ടുണ്ട്, പോയി കഴിച്ചിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.